പിണറായി പഞ്ചായത്തിലെ ഫ്ലെക്സ് നീക്കാൻ ചെന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അത് അന്വേഷിക്കാൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ്. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തി സംഭവം എന്താണെന്ന് കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഈ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം പരാതി എന്താണെന്ന് നമുക്കറിയാം. കോടതി ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? പിണറായി പഞ്ചായത്തിലെ അനധികൃത ഫ്ലെക്സ് നീക്കാൻ ചെന്ന പഞ്ചായത്ത് ജീവനക്കാരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസിന് മുന്നിൽ പരാതിയും എത്തിയിട്ടില്ല. അതാണ് കോടതിക്ക് മുന്നിലുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം. പക്ഷേ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് അമിക്കസ് ക്യൂറിയ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് ഒരു റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് പിണറായി പഞ്ചായത്തിൽ നടന്നത് എന്ത് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി കോടതിയെ അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും പഞ്ചായത്ത് ജീവനക്കാർ അവരുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ അതിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടി വരും. അതോടൊപ്പം ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹൈക്കോടതിയും തുടർ നടപടികളിലേക്ക് കടക്കും. ഈ കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കി. പുതിയ കേരളം എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ആ പറയുന്ന കാര്യത്തിന് ആത്മാർത്ഥത വേണം എന്നുകൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അക്കാര്യവും ഇപ്പോൾ കോടതി ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു തെളിവ് എന്തായാലും അന്വേഷണ സംഘത്തിന് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വരുന്നത്.